എല്ലാവർക്കും ദേവീസ് കറി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ദോശയാണ് നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കുന്നുള്ളത്. ഒരു കറിയും ആവശ്യമില്ല, നമുക്ക് ഈ ദോശ കഴിക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ദോശ എങ്ങനെ നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് ചെറുപയറാണ്. 1 കപ്പ് ചെറുപയർ ഞാനിവിടെ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഉഴുന്നാണ്. 1/4 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ചെറുപയറെടുത്ത് അതേ കപ്പിൽ തന്നെയാണ്. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് കഴുകിയതിന് ശേഷം കുതിരാനായി വെക്കണം. ഇപ്പോൾ ഞാൻ തലേ ദിവസം കുതിർത്തതാണ്. കുതിരാനായി വെക്കുമ്പോൾ നമ്മൾ കൂടുതൽ വെള്ളം വയ്ക്കരുത്. ഇത് മുങ്ങാനുള്ളത്ര മാത്രം വെള്ളം വെക്കണം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ഈ ചെറുപയർ നന്നായി തന്നെ മുളയൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കൂടുതൽ വെള്ളം നമ്മൾ ഒരിക്കലും വെക്കരുത്. ഇതിന് സമം ആയിട്ട് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. അങ്ങനെ ഒഴിച്ചാൽ മാത്രമേ നമുക്കിത് രാവിലത്തേക്ക് മുളച്ച് കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ എല്ലാം തന്നെ ചെറുപയർ ഇവിടെ മുളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അരക്കാനായി നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു പീസ് സവോള, വലിയൊരു സവോളയുടെ 1/4 പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ 2 ഉണക്കമുളക്, ഇത്രയും ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഇഞ്ചി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഇഞ്ചി ചേർത്തിട്ടില്ല. പിന്നെ നമ്മൾ തലേ ദിവസം കുതിർത്ത വെള്ളം ഇതിൽ കുറച്ചുണ്ട്. ആ വെള്ളത്തോടു കൂടി തന്നെ വേണം നമ്മളിത് അരയ്ക്കാനായിട്ട് എടുക്കാൻ. നമ്മൾ ഇന്നലെ കഴുകി നല്ല വെള്ളത്തിലാണ് ഇത് കുതിർത്ത് വെച്ചത്. അപ്പോൾ ഇത് മുഴുവനായി ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിതാ ഈ 1/4 കപ്പ് വെള്ളം ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഒഴിച്ച് ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. നല്ല സ്മൂത്തായി തന്നെ ഞാനിതാ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ളത്ര വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കൊരു ദോശ ബാറ്ററിൻ്റെ ആ ഒരു പരുവത്തിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. തീരെ കട്ടകളൊന്നും ഇല്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റോ പൊട്ടറ്റോ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാരറ്റ് മാത്രമാണ് ചേർക്കുന്നുള്ളത്. ഗ്രേറ്റ് ചെയ്തെടുത്ത് വേണം ചേർത്ത് കൊടുക്കാൻ. പൊട്ടറ്റോ ആണെങ്കിൽ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളത്തിലിട്ട് ഒന്ന് കഴുകിയെടുത്ത് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. എന്നാൽ മാത്രമേ ആ പൊട്ടറ്റോൻ്റെ സ്റ്റാർച്ച് പോയി കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കഴുകിയെടുക്കണം എന്ന് പറയുന്നുള്ളത്. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായി തന്നെ മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുടാനായി ഒരു ചട്ടി നന്നായി ചൂടായതിന് ശേഷം ഇതുപോലെ കുറച്ച് നെയ്യോ ഓയിലോ പുരട്ടി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതേപോലെ പരത്തിയെടുക്കാം. ഇത് മൂടി വെച്ച് വേവിക്കണം എന്നില്ല, ഇതേപോലെ തുറന്ന് വെച്ച് വേവിക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഒലീവ് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമില്ലത് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒലീവ് ഓയിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമ്മൾക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് മറച്ചു വിട്ട് നല്ല ക്രിസ്പി ദോശയാക്കി ഉണ്ടാക്കിയെടുക്കാം. ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഇതുപോലെ തന്നെ കഴിക്കാൻ വളരെ ടേസ്റ്റിയുമാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.